നമ്മളിൽ പലരും രാവിലെ കേൾക്കുന്ന ഒരു ചോദ്യമായിരിക്കും, ഇവിടെ ഈ ദോശ ഇഡലിയും പുട്ടൊന്നും അല്ലാണ്ട് വേറൊന്നുമില്ലേ, ഒരു ചേഞ്ചും ഇല്ല, എന്നും ഒരേ ബ്രേക്ക്ഫാസ്റ്റ്. ഈ ചോദിക്കുന്നവർക്ക് അറിയണ്ടല്ലോ ഇത് ഉണ്ടാക്കി വെക്കാനുള്ള ബുദ്ധിമുട്ട്. ചേഞ്ച് വേണം, എത്ര ചേഞ്ച് കൊടുക്കാം. ഒരു ബൗളിലേക്ക് 1 ഗ്ലാസ് റവ ഇട്ട് കൊടുത്ത് റവ എടുത്ത ഗ്ലാസ്സിന് 3/4 ഗ്ലാസ് പുളിയില്ലാത്ത തൈരും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഇതേപോലെ ഒരു വിസ്ക് വെച്ച് തവി വെച്ച് നന്നായി മിക്സ് ചെയ്ത് ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് ഇളക്കി യോജിപ്പിച്ച് ഈ ഒരു പരുവത്തിലെത്തുമ്പോൾ അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് അടച്ച് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിൽ 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് എണ്ണയൊന്ന് ചൂടാവുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ പൊട്ടുകടല, ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ഒരു സവോള ചെറുതായി അരിഞ്ഞത്, മീഡിയം വലിപ്പത്തിലുള്ള ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളാക്കി ഇതും കൂടെ ചേർത്ത് വഴറ്റി അതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു പിഞ്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് വഴറ്റി ഈ ഒരു പരുവത്തിലെത്തുമ്പോൾ ഇത് നമ്മുടെ റവ മിക്സിലേക്ക് താളിച്ചൊഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്നുകിൽ ഒരു ഇഡലിത്തട്ടിൽ എണ്ണ തടവി ഒഴിച്ച് വേവിച്ചെടുക്കാം. അതൊക്കെ ഇനി മെനക്കേടാ. പിന്നെ ഇഡലിത്തട്ട് കഴുകാൻ നിൽക്കണം, ഓരോന്നായിട്ട് ഇനി അത് എടുക്കാൻ നിൽക്കണം. ചേഞ്ച് അല്ലേ വേണ്ടത്. അപ്പോൾ പിന്നെ ഇതേപോലെ ഒരു കുഴിയൻ പ്ലേറ്റിലേക്ക് ഓയിൽ തടവി അതിലേക്ക് ഈ മിക്സ് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ടാപ്പ് ചെയ്ത് എല്ലായിടത്തേക്കും മിക്സ് ഫില്ല് ചെയ്ത് ഒരു 30 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. 30 മിനിറ്റിന് ശേഷം ഇതേപോലെ ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കുമ്പോൾ ഒട്ടി പിടിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഐറ്റം റെഡിയായി. അപ്പോൾ ഇത് ഉണ്ടാക്കുവാണെങ്കിൽ ലാഭം നമുക്ക് തന്നെ കേട്ടോ. ഇതിന് വേറെ സൈഡായിട്ട് ഒരു കറിയുടെ ആവശ്യമില്ല. അപ്പോൾ ചേഞ്ച് വേണ്ടവർക്ക് ചേഞ്ചുമായി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലെയുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസിന് നമ്മുടെ ഈ പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ ഇത്തരം റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.